തിരുവനന്തപുരം കാരോടിൽ വീട് ജപ്തി ചെയ്ത് പുറത്താക്കിയ കുടുംബത്തെ പൂട്ട് തകർത്ത് നാട്ടുകാർ വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് കുടുംബത്തെ ബാങ്ക് അധികൃതർ പുറത്താക്കി വീട് സീൽ ചെയ്തത്. മീര മനോഹരനുണ്ട് വിവരങ്ങളുമായി. മീര, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ വീട്ടുകാരുടെ ബാധ്യത എത്രത്തോളമാണ് ആ ബാങ്കിലുള്ളത്? ബാങ്കിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ വിശദീകരണമാണ് ലഭിക്കുന്നത്? അഖില, ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 8 ലക്ഷത്തോളം രൂപയാണ് ഈ ത്യാഗരാജൻ ഇസാഫ് ബാങ്കിൽ നിന്നും കടമെടുത്തത്. ഈ കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി നിരവധി തവണ ബാങ്ക് അധികൃതരുമായി ഈ കുടുംബം ബന്ധപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ തിരിച്ചടവ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഡിലേ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇസാഫ് ബാങ്ക് അധികൃതർ ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വന്നത്. ഈ സാഹചര്യത്തിൽ ഈ ബാങ്ക് അധികൃതർ ഇവിടെ എത്തുന്ന സാഹചര്യത്തിൽ ഈ ത്യാഗരാജൻ വീട്ടിലുണ്ടായിരുന്നില്ല, ഭാര്യ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ കുട്ടികളടങ്ങുന്ന ഈ കുടുംബത്തെ പുറത്താക്കുകയും വീട് സീൽ ചെയ്യുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാരും ഉൾപ്പെടെ ആ സമയത്ത് അവിടെ എത്തുകയുണ്ടായി. പിന്നീട് ഈ നാട്ടുകാരുൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി ഈ കുടുംബത്തെ ഈ വീട് തുറന്ന് അകത്ത് കയറ്റിയിട്ടുള്ളത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ത്യാഗരാജന്റെ 4 സെന്റ് ഭൂമി പണയപ്പെടുത്തി 8 ലക്ഷത്തോളം രൂപയാണ് ഇസാഫ് ബാങ്കിൽ നിന്ന് കടമെടുത്തത്. അതിനെ തുടർന്ന് 6 ലക്ഷത്തോളം രൂപ അടച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ബാക്കി തുക അടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാങ്ക് നിരവധി തവണ നിർദ്ദേശം നൽകിയിരുന്നു. കൂലിപ്പണിക്കാരനായ ഈ ത്യാഗരാജന് അത് അടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ബാങ്ക് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഈ ഒരു വീടിനകത്തേക്ക് കുടുംബത്തെ കയറ്റി എന്നുള്ളതാണ് അഖില. ശരി, തിരുവനന്തപുരം കാരോടിലാണ് വീട് ജപ്തി ചെയ്ത് പുറത്താക്കിയ കുടുംബത്തെ പൂട്ട് തകർത്ത് നാട്ടുകാർ വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. 4 സെന്റ് ഭൂമി പണയം വെച്ചാണ് അദ്ദേഹം ലോൺ എടുത്തിരുന്നത്. അത് തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി ഉണ്ടായത്.